ഹലോ, ഇതെന്താന്ന് കണ്ടോ? റാഗിപ്പൊടിയാണ് കേട്ടോ. മുത്താറി എന്നൊക്കെ പറയില്ലേ, ഈ റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട്. യൂബീസ് ടേസ്റ്റ് ടേബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല റാഗി കൊണ്ടുള്ള അറിയാലോ, മുത്താറി എന്നൊക്കെ പറയില്ലേ, നല്ല ഒരു ഡ്രിങ്കാണ്. നല്ല ഹെൽത്തിയാണ്. ഇത് പാലൊന്നും ചേർത്തിട്ടില്ല. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്, ബദാമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒത്തിരി ബദാം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഇത് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് രണ്ട് പേർക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ടേബിൾ സ്പൂണിന് 2 സ്പൂൺ റാഗിപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് കലക്കി എടുക്കണം. അത് പറയുക, ഒരു അരക്കപ്പ് 3/4 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. വെറുതെ സ്പൂൺ കൊണ്ട്, നോർമൽ വാട്ടറാണ്, സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് വീതം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പാണ് വെച്ചിരിക്കുന്നത്. അത് 1.5 കപ്പായാലും മതി. 2 കപ്പ് വെള്ളം, 2 പേർക്ക് കഴിക്കാനായതുകൊണ്ട് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നുമില്ല, നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം അടുപ്പത്ത് വെച്ചത് ഇവിടെ തിളയ്ക്കുന്നുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും. നന്നായിട്ട് ഇളക്കിക്കൊണ്ട്, ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് മറ്റേ കൈ കൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് വേഗം തന്നെ കുറുകി കിട്ടും കേട്ടോ. ഒരു മിനിറ്റ് പോലും വേണ്ട. പൊടിയല്ലേ, വേഗം വെന്ത് കുറുകി കിട്ടും. അപ്പോൾ നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്കത് അടുപ്പങ്ങോട്ട് ഓഫ് ചെയ്യാം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഇത്തിരി ഫ്രൂട്ട്, ഇത് പൈനാപ്പിളോ ആപ്പിളോ പഴമായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കൺസിസ്റ്റൻസി കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഒരു 5-6 ഡേറ്റ്സ് എടുത്ത് തൊലിയെ ഒന്ന് കുതിർത്തതാണ് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബദാമും കുതിർത്തതാണ്. അതുപോലെ തന്നെ ഒരാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും മാറ്റിയിട്ടില്ല. അതെല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ കൺസിസ്റ്റൻസി, നമുക്ക് കുടിക്കാനുള്ള പാകത്തിന് കൺസിസ്റ്റൻസിയാണ്. ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇവിടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഞാൻ തേനാണ് ചേർക്കുന്നത്. 1 സ്പൂൺ തേനേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ആപ്പിളും ഡേറ്റ്സൊക്കെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരമുണ്ട്. വേണമെങ്കിൽ ഷുഗർ രോഗികളൊക്കെ ആണെങ്കിൽ ഇല്ലാതെ തന്നെ കുടിക്കാം. നമ്മുടെ ഹെൽത്തിയായ നല്ല റാഗിയുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ